പറഞ്ഞു വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് 350 കോടി രൂപ ഗൽക്കോട്ടിയ യൂണിവേഴ്സിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ये तो 350 करोड़ का यही है। 350 करोड़ का है। अभी क्या है ना അവസാനം അവിടത്തേക്കുള്ള ഇലക്ട്രിസിറ്റി, അതായത് അവരുടെ ആ ഒരു സ്റ്റാളിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഡൽഹിയിലെ AI സമ്മിറ്റ്, ഞാൻ പറഞ്ഞു ഇന്ത്യയെക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ചൈനയാണെന്ന്. അതെങ്ങനെയാണെന്നല്ലേ ഞാൻ ആദ്യം ഡൽഹിയിൽ നടന്ന AI സമ്മിറ്റിൽ ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയുടെ ഇന്നോവേഷൻസ് കണ്ട് കണ്ണ് തള്ളി നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇങ്ങനെയാണ്: ഇയാൾക്ക് ട്രൈഡ് എന്താണെന്നും അറിയില്ല, അതുപോലെ ടെക്നോളജി എന്താണെന്നും അറിയില്ല എന്ന് രാഹുൽ ഗാന്ധിയെ ടാഗ് ചെയ്തിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം അറിഞ്ഞില്ല, കുറച്ച് സമയം കഴിയുമ്പോൾ ഇദ്ദേഹം തന്നെ ആ ഒരു പോസ്റ്റ് ഒഴിവാക്കേണ്ടി വരുമെന്ന്. നമുക്കറിയാം, ഈ ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുൻപും ന്യൂസസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് ന്യൂസസിൽ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സംഘികളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ആർട്ടിക്കിൾസ് ഒക്കെ ഉത്ഭവിക്കുന്നതും ഷെയർ ചെയ്യപ്പെടുന്നതും അവിടുന്നാണെന്ന് ഒരു അലിഗേഷൻ ആയിരുന്നു ആ സമയത്ത് ഈ ഒരു ഗൽക്കോട്ടിയാസ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഗൽക്കോട്ടിയ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ, അതായത് AI സമ്മിറ്റിൽ കുറച്ച് പ്രദർശനങ്ങൾ, ഇന്നോവേഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാരണമായി ഗൽക്കോട്ടിയ യൂണിവേഴ്സിറ്റി ഇപ്പോൾ വേൾഡിൽ ഫേമസ് ആയിരിക്കുകയാണ്. ഇതിനെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യക്കല്ല, മറിച്ച് ചൈനക്കാണ് ഇതിനെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ളത്. അതെന്താണെന്നല്ലേ അത് പറയാം. അതിനു മുൻപായി ഇവരുടെ 1-2 ഇന്നോവേഷൻസ്, അതായത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള 2 ഇന്നോവേഷൻസ് നമുക്ക് കാണാം. ആദ്യം ഇത് കാണാം. ഒരു റോബോട്ട് ഡോഗാണ്. സർവൈലൻസിനും അങ്ങനെയുള്ള ഒരുപാട് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു റോബോട്ടാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഇവർ, അതായത് ഗൽക്കോട്ടിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. नमस्कार, ये ओरायन जो है बिल्कुल हटके है। ओरायन इज द न्यू आर्टिफिशियल इंटेलिजेंस स्पेस। इट इज अ रोबो डॉग और जैसा कि आप देख सकते हैं ये बहुत सारे शेप्स और साइजेस में अपने आप को तब्दील कर सकता है और इसके अंदर जो बैटरीज हैं वो 8 घंटे तक ऑपरेशन होती है। छोटे मोटे टास्क करता है, ये सर्विलेंस करता है, मॉनिटरिंग करता है, अनएक्सेसिबल जगहों पर जाकर के उनकी पिक्चर्स कैप्चर कर सकता है और हमारी पूरी कैंपस में ये घूमता रहता है, बच्चों को बहुत एंटरटेन करता है। जो कंटेंट है एजुकेशन बहुत इंपॉर्टेंट रहता है और എന്നാൽ ഇത് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ മീഡിയയിലും അതുപോലെ ചൈന മീഡിയയിലടക്കം ഇതിനെക്കുറിച്ചുള്ള ന്യൂസസ് വന്നു. ചൈനയുടെ മീഡിയയിൽ വന്നിട്ടുള്ളത്, അതായത് ചൈന പൾസ്, അതിൽ വന്നിട്ടുള്ളത് an Indian university presented the Chinese robot Unitree Go2 as their own innovation at the AI summit in Delhi. അതായത് ചൈനീസ് ആയിട്ടുള്ള ഒരു റോബോട്ടാണ്. യൂണിട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു റോബോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ചൈന ബേസ്ഡ് കമ്പനിയാണ്, അവരാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവരിപ്പോൾ ഇന്ത്യൻ ഒരു യൂണിവേഴ്സിറ്റി ക്ലൈം ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചൈനയിലുള്ള ഒരു റോബോട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഇവർ ഗൽക്കോട്ടിയ യൂണിവേഴ്സിറ്റി അത് ഉണ്ടാക്കി ഇന്നോവേറ്റ് ചെയ്തു എന്നാണ് ആ ഒരു മാഡം പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല വേറെ ഒന്നും കൂടെ ഉണ്ട്. ये एक सॉकर बॉल के अंदर एक ड्रोन सिस्टम चला है, ये थोड़ा बताएं। ये बहुत इंटरेस्टिंग सी चीज है। इसकी एंड टू एंड इंजीनियरिंग से लेकर के इसका एप्लीकेशन सब कुछ यूनिवर्सिटी पे हुआ है और ये इंडिया का पहला ड्रोन सॉकर एरिना है जो गलगोटियास पे ऑन कैंपस आपको देखने को मिलेगा और यहाँ पर बच्चे इस एरिना के अंदर गेम्स खेलते हैं, इसको फ्लाई करते हैं, अपनी फ्लाइंग स्किल्स को एनहांस करते हैं और नए तरीके से और इसको और ज्यादा मजबूती से और एनहांस्ड फीचर्स के साथ डेवलप कर रहे हैं। ये क्या चीज है? ഇതും അവർ തന്നെ കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത്, അതായത് ഗൽക്കോട്ടിയ യൂണിവേഴ്സിറ്റി. പക്ഷേ ഇതൊന്ന് കണ്ടോളൂ. സ്ട്രൈക്കർ V3 ARF ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സൗത്ത് കൊറിയൻ കമ്പനിയാണ്, അല്ലാതെ ഇന്ത്യൻ കമ്പനിയല്ല. ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇതിനെയും ചൈന പൾസ് എടുത്തു പറഞ്ഞു. ഗൽക്കോട്ടിയ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഓൾസോ ക്ലൈം ടു ഹാവ് പ്രൊഡ്യൂസ്ഡ് എ ഡ്രോൺ ഫ്രം സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിലെ ഒരു ഡ്രോൺ അവരാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അല്ലെ, അതായത് ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞത്. സൗത്ത് കൊറിയയാണ് ശരിക്കും ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോണിന്റെ. ഈ ഒരു കാര്യം അങ്ങ് കയറി വൈറലായപ്പോൾ, വേൾഡ് ഫേമസ് ആയപ്പോൾ വേറെ വഴിയൊന്നുമില്ല, സെൻട്രൽ മിനിസ്റ്റർ അശ്വിനി സർ അവരുടെ പോസ്റ്റ് അങ്ങ് റിമൂവ് ചെയ്തു. ആദ്യം കാണിച്ചിട്ടുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റ് ഇപ്പോൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിലെ എക്സിൽ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഫസ്റ്റ് ചൈന നൗ കൊറിയ. ആദ്യം ചൈനയിലായിരുന്നു, പിന്നെ കൊറിയയിലേക്ക്. Gulkotia is on a world tour of borrowed innovation. They claim to have built India's first drone soccer from scratch on campus, but it's actually just a sticker V3 AR
ഫ്രം കൊറിയയിൽ നിന്നുള്ള ഒരു ARF സ്റ്റിക്കർ V3 ARF മാത്രമാണ്, അല്ലാതെ ഫസ്റ്റ് ഡ്രോൺ സോക്കർ അല്ല എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അതാണ് പറഞ്ഞു വരുന്നത്. കാരണം അത് സൗത്ത് കൊറിയയുടെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതുപോലെ ഇവർ പിന്നീട് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇത് ആത്മനിർഭർ അല്ല, ഓർ ജസ്റ്റ് ആത്മനിർ ബൈ മോദിജി എന്നാണോ ചോദിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുപോലെ തന്നെ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ വന്നിട്ടുള്ളത് കണ്ടോളൂ. കൊൽക്കത്ത യൂണിവേഴ്സിറ്റി ഇൻവെസ്റ്റഡ് ഓവർ 315 crore ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് പറഞ്ഞു വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് 350 കോടി രൂപ കൽക്കത്ത യൂണിവേഴ്സിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിന്റെ വേറൊരു അവരുടെ ഒരു കണ്ടുപിടുത്തം കൂടി കാണാം. ये तो 350 करोड़ का यही है। 350 करोड़ का है। अभी क्या है ना, क्रेन से जाएगा, ये उड़ेगा कैसे? अच्छा। हाँ, तो अभी आएंगे गंगोटिया वाले, फिर इसका भी सिग्नल, बारिश है ना आज, क्या है बारिश हो रही है, तो बारिश में कैसे उड़ेगा? हाँ, बताइए, तो ये लोग यहाँ पर इसको छोड़ के चले गए हैं और चाइनीज वाले को लेके चले गए हैं, जिसका तारीफ हो रहा था। हाँ, असली वाले को छोड़ दिए, इस बेचारे को लेके चलेगा। ये असली भी इन्होंने थर्मोकोल से बनाया है। हाँ, ये देखो ये कैसे गिड़गिड़ कैसे कर रहा था, बता हमारे दर्शकों को कैसे गिड़गिड़ कर रहा है ये। देखो मैं तो जा रहा हूँ पाकिस्तान, और पाकिस्तान में इसको गिराऊंगा, उधर पाकिस्तान का गांव और शहर दोनों फाड़ दूंगा। अगर मैं सुनो, अगर मैं इसको चुरा के ले जाऊँ ना, तो मैं बच्चा भी गुस्सा आएगा, पापा ये क्या लेके आ गए, कचरा। ये भूल तो नहीं है गलगोटिया वाले का, यहाँ आ रहे हो लेने के लिए, आ रहे हैं फिर मैं नहीं लेके जाऊंगा, गलगोटिया वाले केस कर देंगे मेरे ऊपर। हाँ, तो देखिए अब यहाँ पे मैं आया था, अब यहाँ पे काफी लोगों से बात। മീഡിയ ചോദിക്കുന്നത് 350 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ഇതുപോലുള്ള സാധനം ഉണ്ടാക്കാനാണോ എന്നാണ്. കാരണം അത് ഉണ്ടാക്കിയിട്ടുള്ളത് തെർമോകോൾ കൊണ്ടാണ് ആ ഒരു പ്ലെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ വേയിൽ ചെയ്യായിരുന്നു. കാരണം ഈ ഒരു സാധനം 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കുട്ടികൾ ഇതിനേക്കാളും നല്ല ഒരു പ്രസന്റേഷൻ കൊണ്ടുവരും. അത് മാത്രമല്ല, അത് പ്രസന്റ് ചെയ്ത ആ വ്യക്തി, ഇതിനെ ഈ ഒരു സാധനത്തിനെ പ്രസന്റ് ചെയ്തിട്ടുള്ള ആ വ്യക്തി വാട്ട് ഈസ് ദാറ്റ്, എന്താണത്? ഇങ്ങനെയുള്ള ആളുകളെയാണോ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി അയക്കുന്നത്? ഒരു അല്പം പറയാല്ലേ, ഇതിനാണ് 350. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, അതായത് AI-ന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയാണോ ഒരു പ്രസന്റേഷൻ കാണിക്കേണ്ടത്? അതും ഒരു AI സബ്മിറ്റിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള പ്രസന്റേഷൻ ആണ് കാണിക്കേണ്ടത്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇത് എങ്ങനെയാണ് ഇവർക്ക് ഈ ഓർഗനൈസേഴ്സ്, ഇത് ഈ AI സബ്മിറ്റ് നടത്തിയിട്ടുള്ള ഓർഗനൈസേഴ്സ് ഇതിനെ അപ്രൂവ് കൊടുത്തെന്നല്ല. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എസ്കലേറ്റ് ചെയ്തതിനു ശേഷം അവരോട് നിർത്തി പോകാൻ പറഞ്ഞു. അവർ നിർത്തി പോവില്ല എന്ന് പറഞ്ഞു കൊൽക്കത്ത യൂണിവേഴ്സിറ്റി. അവസാനം അവിടത്തേക്കുള്ള ഇലക്ട്രിസിറ്റി, അതായത് അവരുടെ ആ ഒരു സ്റ്റാളിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് അവസാനം അവർ ആ ഒരു സ്റ്റാൾ വിട്ടിട്ട് പോയിട്ടുള്ളത്. ഈ ഒരു ഡൽഹിയിലെ AI സബ്മിറ്റ് ഞാൻ പറഞ്ഞു ഇന്ത്യയെക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ചൈനയാണെന്ന്. അതെങ്ങനെയാണെന്നല്ലേ ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുള്ള ആ ഡോഗ് ഉണ്ടല്ലോ, ആ ഡോഗ് പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത്, അതായത് അത് ചൈനീസ് കമ്പനിയാണ് ആ റോബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വൈറലായപ്പോൾ ആ റോബോട്ടിന് ഓർഡേഴ്സ് കൂടി. അതായത് ചൈനീസ് കമ്പനി പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് നല്ലൊരു ഓർഡേഴ്സാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. അതിന് കാരണമായിട്ടുള്ളത് ഈ ഒരു വീഡിയോ ആണ്. അതായത് കൊൽക്കത്ത യൂണിവേഴ്സിറ്റി ഇവിടെ അവരുണ്ടാക്കിയ ഇന്നോവേഷൻ ആണെന്നും പറഞ്ഞ് സബ്മിറ്റ് ചെയ്ത ഒരു സാധനം കയറി വൈറലായപ്പോൾ ഗുണമുണ്ടായിട്ടുള്ളത് ചൈനീസ് കമ്പനിക്കാണ്. കാരണം അവർക്ക് ഓർഡർ കൂടി. ബട്ട് അവിടെ ഒരുപാട് നല്ല ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഓർഗനൈസർ, ഈ ഒരു ഡൽഹിയിൽ നടന്നിട്ടുള്ള സബ്മിറ്റ്, AI സബ്മിറ്റിന്റെ ഓർഗനൈസേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഒന്നാമതുള്ള അബദ്ധം എന്ന് പറയുന്നത് ഈ കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയെ അങ്ങോട്ടേക്ക് എൻട്രി ചെയ്ത് തന്നെയാണ്. കാരണം എന്താണ് അവരുടെ സ്റ്റാളിൽ വെക്കുന്നത്, അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് വേണമായിരുന്നു ഇവർ അവിടത്തേക്ക് ആ സ്റ്റാള് കൊടുക്കാൻ അവർ തീരുമാനിക്കേണ്ടത്. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിംഗ് ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. കാരണം ഒരു പ്രൊഡക്റ്റ് അല്ല, 2 പ്രൊഡക്റ്റുകളാണ് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സൗത്ത് കൊറിയ, ഒന്ന് ചൈനയുടെ. പക്ഷേ അവിടെ ഒരുപാട് നല്ല നല്ല ഇന്നോവേഷൻസ് ഉണ്ട്. പക്ഷേ ഓർഗനൈസേഴ്സിന് പറ്റിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് VIP വരുമ്പോൾ സെക്യൂരിറ്റി റീസൺ ആയിട്ട് ആളുകളെയൊക്കെ, അതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി. അവരോട് പ്രോപ്പറായിട്ട് അതായത് ഇത്ര ടൈമിന് ശേഷം നിങ്ങൾക്ക് കയറാമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നാണ് സോഴ്സസ് പറയുന്നത്. അത് മാത്രമല്ല ഡിജിറ്റൽ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും വലിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അവിടുത്തെ ഫംഗ്ഷനിങ് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് ന്യൂസസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വലിയൊരു ക്യൂ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഴ്സ് ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ
ഒരു ഡിജിറ്റൽ, അതായത് AI-ന്റെ ഒരു സബ്മിറ്റ് ആകുമ്പോൾ അങ്ങനെയുള്ള ലൂപ്പ് ഹോൾസ് ഒന്നും വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ഒരുപാട് ഇഷ്യൂസ് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിരുന്നു, അതുപോലെ മറ്റു തരത്തിലുള്ള ഒരുപാട് ഡിജിറ്റൽ, അതായത് ടെക്നോളജി പരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ന്യൂസസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലുള്ള എക്സ്പേർട്ട് ആയാലും വേൾഡിലുള്ള എക്സ്പേർട്ട് ആയാലും പറയുന്ന അവരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ: ഇന്ത്യക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് AI ഫീച്ചറിലും അതായത് ടെക്നോളജി പരമായിട്ടുള്ള നല്ല പൊട്ടൻഷ്യലും റിസോഴ്സസ് ഒക്കെ ഇന്ത്യക്കുണ്ട്. പക്ഷേ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ ഒക്കെ ഒപ്പീനിയൻ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.